ഇതാണ് ഡാമേജ് കോഫി സ്റ്റംബർ സെസൂറ കോഫിയ. അതിൻ്റെ ഈ വണ്ട് വന്ന് ഈ മെയിൻ സ്റ്റമ്മിൽ ഇവിടെ മുട്ടയിടും. എന്നിട്ട് അതിൻ്റെ പുഴുക്കൾ എമേർജ് ചെയ്ത് ഇതിനകത്തേക്ക് പോവുക ചെയ്യണം. എന്നിട്ട് ഇതിൽ വലിയ ടണൽ മാതിരി 2 സൈഡിലും ഇങ്ങനെ ടണൽ മാതിരി ഈ സാപ്പ്വുഡിൽ മുഴുവൻ ഫീഡ് ചെയ്തിട്ട്, പക്ഷെ നമുക്ക് പുറമേ ഒന്നും കാണില്ല. പിന്നെ ആ എക്സിറ്റ് ഹോൾ എന്ന് പറയും, അത് അവിടെ കൂടെ ഈ ഫ്രാസ് മെറ്റീരിയൽ തരിമാതിരി ഇതുമാതിരി വരും. അതിൻ്റെ എക്സ്ക്രീറ്റയും ഇതിൻ്റെ ഡൈജസ്റ്റഡ് ഈ പുഴു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ഹോളാക്കിയിട്ട് തന്നെ പോയിട്ടുണ്ടല്ലോ സാറേ? ത്രൂ ആൻഡ് ത്രൂ ഇതിൻ്റെ ഫുള്ള് ഹോളാക്കിയിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട്. അത് പുഴു ഏകദേശം ഒരു 1-1.5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതാണ് ആ സമയത്താണ് മാക്സിമം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ എക്സിറ്റ് ഹോളിൽ കൂടെ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് വണ്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ ഒരു പക്ഷേ പ്ലാന്റ് പോയി. ഇതൊരു നല്ലോണം വന്നിരുന്ന ഒരു ചെടിയാണ്. അതായത് ആ ഹോള് കാണാം, ഈ ഹോൾ എക്സിറ്റ് ഇത് അതിൻ്റെ അകത്ത് കൂടെ എത്രത്തോളം ഇത് എൻ്റെ സാപ്പ്വുഡ് ഫീഡ് ചെയ്ത് ഇതിനകത്ത് ഇരുന്നു എന്നുള്ള ഒരു എവിഡൻസാണ്. ഇങ്ങനത്തെ നല്ലൊരു ഹോളോ മാതിരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്, നമുക്ക് ശ്രദ്ധയിൽ പെടില്ല. അപ്പോൾ റെഗുലർ ഇൻസ്പെക്ഷൻ നിങ്ങളുടെ വർക്കർ നോക്കണം. പിന്നെ അടിയിൽ ഇങ്ങനെ പൊടി മാതിരി ഫ്രാസ് മെറ്റീരിയൽ എന്ന് പറയും, അത് കഴിച്ച ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസും അതിൻ്റെ എക്സ്ക്രീറ്റും കൂടെ ചേർന്നിട്ട് വരുന്നത്. അതാണ് ഇതിൻ്റെ ടിപ്പിക്കൽ സിംപ്റ്റം. അപ്പോൾ ആ എക്സിറ്റ് ഹോൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇതിനെ കൊല്ലാൻ വേണ്ടി ക്ലോറോപൈറിഫോസ് ഇഞ്ചെക്ട് ചെയ്യുക ത്രൂ ആൻഡ് ത്രൂ. മുകളിൽ ചെയ്ത അതിനെ പുഴുവിനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാം അതിൻ്റെ ഗ്രോത്ത്. പിന്നെ വേറെ നിവൃത്തിയില്ല, അത് പോയി. പിന്നെ അത് വീണ്ടും പിന്നെ അത് അതിൻ്റെ ബേസിൽ നിന്ന് വീണ്ടും അടുത്ത സ്റ്റം വരും. തീർച്ചയായും